വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ വി എഫ് എയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ റാണി ഗൗരി പാർവതിബായി തുടങ്ങിയിട്ടുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 10th പ്രിലിംസിന്റെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് ഭാഗങ്ങൾ വി എഫ് എക്ക് വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വി എഫ് എയിലെ ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള ലെവലില് നമ്മൾ പഠിച്ചുകൊണ്ട് പോണത് കേട്ടോ. അപ്പൊ 10th പ്രിലിംസ് ഈ വി എഫ് എയില് ഇല്ലാത്ത നമ്മൾ ഈ വി എഫ് എയുടെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തും 30 ദിവസം കൊണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള നിങ്ങൾ 10th പ്രിലിംസിന്റെ ക്ലാസ് ഓൾറെഡി നമ്മൾ ഹോട്ട് ടോപ്പിക്സ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നോക്കി പഠിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചിട്ടാണ്? റാണി ഗൗരി പാർവതിബായി എന്ന് പറയുന്ന ലേഡിയെ കുറിച്ചിട്ടാണ്. തിരുവിതാംകൂർ ഭരിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഇവരുടെ കുറേയധികം ഭരണപരിഷ്കാരങ്ങള് പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോ റാണി ഗൗരി പാർവതിബായി ഇങ്ങനെ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആവാനുള്ള കാരണം ഇവർക്ക് മുമ്പുണ്ടായിരുന്ന റാണി ഗൗരി ലക്ഷ്മിബായി പെട്ടെന്ന് മരണപ്പെടുകയും സ്വാതി തിരുനാളിന് 18 വയസ്സ് തികയുകയും ചെയ്തിട്ടില്ല. അപ്പോ അടുത്തത് സ്വാതി തിരുനാളിന് ഭരണം ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തായി? തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ തിരുവിതാംകൂറിലെ ആദ്യത്തെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയായി ആര് അധികാരത്തിൽ വന്നു? റാണി ഗൗരി പാർവതിബായി അധികാരത്തിൽ വന്നു. ഇനി ഇവരുടെ ഭരണപരിഷ്കാരങ്ങൾ ഓരോന്നും നമ്മൾ പഠിക്കുകയാണ്. 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി ആരംഭിച്ചപ്പോ 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് അവര് അച്ചടിശാലയൊക്കെ ആരംഭിക്കുകയുണ്ടായി. 1820 ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ അച്ചടിശാലയൊക്കെ തിരുവിതാംകൂറിൽ വരികയുണ്ടായി. ആ സമയത്ത് ആരായിരുന്നു ഭരണാധികാരി എന്ന് ചോദിച്ച റാണി ഗൗരി പാർവതിബായി ആണ്. 1815 തൊട്ട് 1829 വരെ ഇവരുണ്ട്. അപ്പോ ഇവരുടെ ഏറ്റവും എന്താ പറയാ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭരണപരിഷ്കാരം 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ചു എന്നുള്ളതാണ്. ഇത് CRT പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചു വെക്കണം. ഇനി അടുത്തത് 1817 തന്നെ വിദ്യാലയങ്ങളൊക്കെ തന്നെ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. തിരുവിതാംകൂറിലെ വിദ്യാലയങ്ങൾ ആരേറ്റെടുത്തു? സർക്കാർ ഏറ്റെടുത്തു. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? റാണി ഗൗരി പാർവതിബായി ആണ്. തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ, കയറ്റുമതിക്കും അതുപോലെ തന്നെ ഇറക്കുമതിക്കും എന്തുണ്ടായിരുന്നു? ചുങ്കം കൊടുക്കേണ്ടിയിരുന്നു. ആ ചുങ്കം നിർത്തലാക്കിയ ഭരണാധികാരി. മനസ്സിലായോ? അതുപോലെ സ്വർണത്തിലും വെള്ളിയിലൊക്കെ ആഭരണങ്ങൾ ഇടുന്നതിന്, ആഭരണങ്ങൾ ധരിക്കണമെങ്കിൽ എന്ത് കൊടുക്കണമായിരുന്നു? അടിയറപ്പണം എന്ന് പറയുന്ന ഒരു പണം കൊടുക്കണം. ആ അടിയറപ്പണം സംവിധാനം അവസാനിപ്പിച്ചു. സാധാരണ ജനങ്ങളോടെല്ലാം സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ഇട്ടോളാൻ ആര് പറഞ്ഞു? റാണി ഗൗരി പാർവതിബായി പറഞ്ഞു. അതുപോലെ തന്നെ പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. പെൺപള്ളിക്കൂടം എവിടേക്കാ സ്ഥാപിച്ചറിയോ? ആലപ്പുഴ, അതുപോലെ തന്നെ കോട്ടയം എന്നീ സ്ഥലങ്ങളിൽ പെൺപള്ളിക്കൂടങ്ങളും ഇവരെ സ്ഥാപിച്ചു എന്ന് ഓർത്തുവെക്കാം. ഇനി അടുത്തത് കൊല്ലത്ത് ഒരു കൊട്ടാരണ്ട്, അതിന്റെ പേര് തേവള്ളി കൊട്ടാരം എന്നാണ്. ആ തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്ത് ഭരണാധികാരി ആരായിരുന്നു? ഈ നമ്മുടെ ഗൗരി പാർവതിബായി ആയിരുന്നു. തിരുവിതാംകൂറിൽ ഹജൂർ കച്ചേരിയുടെ കീഴിൽ മരാമത്ത് വകുപ്പ് 1823 ആരംഭിച്ചതും ഇവരാണ്. ഇനി അടുത്തത് ക്രൈസ്തവർക്കുള്ള പള്ളികൾ കെട്ടാൻ, ക്രിസ്ത്യാനികൾക്ക് ക്രൈസ്തവർക്ക് പള്ളികൾ കെട്ടാനുള്ള സ്ഥലം വില ഈടാക്കാതെ കൊടുത്തത് ആരാണ്? നമ്മുടെ റാണി ഗൗരി പാർവതിബായി ആണ്. അതുപോലെ തന്നെ വേളി എന്ന് പറയുന്ന സ്ഥലം മുതൽ
കഠിനകുളം വരെയുള്ള എന്താണ് കഠിനംകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പാർവതി ട്ടോ പാർവതി പുത്തനാർ എന്താണ് എവിടുന്ന് തൊട്ട് എവിടം വരെയാണ് വേളി മുതൽ കഠിനംകുളം വരെ നീണ്ടുകിടക്കുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചതാ പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചതും ആര് തന്നെയാണ് റാണി ഗൗരി പാർവതിബായി ആണ് എന്ന് ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ ഒരു ഭാഗമാണ് കേട്ടോ. അതുപോലെ തന്നെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ എന്താണ് സുറിയാനി ക്രിസ്ത്യൻസിന്റെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്ത് വിട്ടുകൊടുത്ത ഭരണാധികാരിയും ആരന്നെയാണ് റാണി ഗൗരി പാർവതിബായി തന്നെയാണ് ട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് റാണി ഗൗരി പാർവതിബായിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. റാണി ഗൗരി പാർവതിബായി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് സ്വാതി തിരുനാളിനെ കുറിച്ചാണ്. നമുക്കറിയാം ധാരാളം ചോദ്യങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. 1829 മുതൽ 1846 വരെ 1829 മുതൽ 46 വരെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. ഇദ്ദേഹത്തെ ഗർഭശ്രീമാൻ അതുപോലെ തന്നെ ദക്ഷിണഭോജൻ എന്നൊക്കെ വിളിക്കുന്നു. ഇനി ഇദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നു എന്താ സംഗീതജ്ഞരിൽ രാജാവ് അല്ലെ സംഗീതജ്ഞരിൽ രാജാവ്. കൂടാതെ എന്താണ് രാജാവിൽ സംഗീതജ്ഞരിലെ രാജാവ് രാജാവിലെ സംഗീതജ്ഞൻ എന്നൊക്കെ വിളിക്കുന്നതും ആരെയാണ് സ്വാതി തിരുനാളിനെയാണ്. ഇദ്ദേഹത്തിന്റെ ഭരണാധികാരമാണ് തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് അല്ലെ. ഇനി ഇദ്ദേഹം തിരുവിതാംകൂറിലെ കുറേയധികം കാര്യങ്ങള് ചെയ്തിട്ടുണ്ട്. നമുക്ക് പഠിക്കാം. സംഗീതജ്ഞരിൽ രാജാവ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കർണാടക സംഗീതം വീണ വായന ഇതിലൊക്കെ വളരെ താല്പര്യം ഉണ്ടായിരുന്ന ആളാണ് ആര് ഇദ്ദേഹത്തിന്റെ കാലത്ത് എന്താ പറയുന്നത് കുറേയധികം ഭാഷകൾ ഇദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. 18-ലധികം ഭാഷകൾ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ടെന്നാ പറയണേ. ഷഡ്കാല ഗോവിന്ദമാരാര് മേരുസ്വാമി മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യനായിട്ടുള്ള വടിവേലു പൊന്നയ്യ ചിന്നയ്യ ശിവാനന്ദൻ തുടങ്ങിയ കുറേയധികം സംഗീതജ്ഞർ ഇദ്ദേഹത്തിന്റെ സദസ്സിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഇദ്ദേഹം അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിന്റെ കാലത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് സ്വാതി തിരുനാളിന്റെ കാലത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് കല്ലൻ സാഹിബാണ്. ഇദ്ദേഹം തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന വളരെ മോശമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഒരു ശിക്ഷാ സമ്പ്രദായമായ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. ശുചീന്ദ്രം കൈമുക്ക് അതായത് എന്തെങ്കിലും കളവും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിളച്ച നെയ്യിൽ കൈമുക്കാണ്. കളവ് ചെയ്താലും കളവ് ചെയ്തില്ലെങ്കിലും തിളച്ച നെയ്യിൽ കൈമുക്കി കഴിഞ്ഞാൽ കൈ പൊള്ളില്ലേ. അപ്പോ അത്രയും വികൃതമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഒരു ശിക്ഷാ സമ്പ്രദായമായിരുന്നു അത് നിർത്തലാക്കി. അതുപോലെ തന്നെ ഇദ്ദേഹം തിരുവിതാംകൂറിൽ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചു. മുൻസിഫ് കോടതികൾ എന്തിനു വേണ്ടിയിട്ടാ? അതായത് പെറ്റി കേസുകള് പോലീസ് കേസുകള് ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഭരണപരിഷ്കാരം കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നീതിന്യായ നിർവഹണമൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട് മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചു. ഇനി അടുത്തത് 1834 തിരുവനന്തപുരത്ത് ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. തിരുവനന്തപുരത്ത് ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുകയുണ്ടായി. ഇനി 1834 അദ്ദേഹം സ്ഥാപിച്ച ഇംഗ്ലീഷ് സ്കൂൾ 1836 രാജാസ് ഫ്രീ സ്കൂൾ ആയി മാറി. രാജാസ് ഫ്രീ സ്കൂൾ ആയി മാറിയുണ്ടായിട്ടോ.
അപ്പോ സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറില് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു എന്താണ് ഇംഗ്ലീഷ് സ്കൂൾ. അപ്പൊ സർക്കാരിന്റെ കീഴിൽ തിരുവിതാംകൂറിൽ എന്താണ് ആ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയത് ആരാണ്? നമ്മുടെ എന്താ പറയാ സ്വാതി തിരുനാളാണ് എന്ന് ഓർത്തു വെക്കാട്ടോ. ഇനി അടുത്തത് ഇന്ത്യയിലെ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ട്ടോ. പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ്. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഇദ്ദേഹം എന്താ ചെയ്ത്? ഹജൂർ കച്ചേരി എന്താണ് കൊല്ലത്ത് നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയി? തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ഇനി ഇദ്ദേഹം എന്താ പറയാ നവരാത്രിയോടനുബന്ധിച്ച് നവരാത്രി സംഗീതോത്സവം തിരുവനന്തപുരത്ത് ആരംഭിച്ചത് സ്വാതി തിരുനാളാണ്. ഇദ്ദേഹമാണ് കുതിരമാളിക സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഗവൺമെന്റ് പ്രസ് സ്ഥാപിച്ചത്. അതുപോലെ തന്നെ എന്താ പറയാ മരാമത്ത് വകുപ്പ് കൂടാതെ ജലസേചന വകുപ്പ് തുടങ്ങിയവ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ കാഴ്ച ബംഗ്ലാവ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. വാന നിരീക്ഷണ കേന്ദ്രം, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള മക്കളെ, വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്. ഇനി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചത്. ഇനി തിരുവനന്തപുരത്ത് സിവിൽ ഹോസ്പിറ്റൽ ആരംഭിച്ചത്. പിന്നെ എന്താ പറയാ തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി ആരംഭിച്ചത് ഒക്കെ തന്നെ ആരാണ്? സ്വാതി തിരുനാളാണ് കേട്ടോ. ഇനി അടുത്തത് ഇദ്ദേഹം 1846 ഡിസംബർ മാസത്തില് 33-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നാട് നീങ്ങുക എന്ന് പറയും, അല്ലെങ്കിൽ മരണമടയ എന്ന് പറയും ട്ടോ. അദ്ദേഹം മരിച്ചത് ആ സമയത്താണ് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇത്രയാണ് സ്വാതി തിരുനാളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി ഇദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു കവിയായിരുന്നു ഇരയിമ്മൻ തമ്പി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആസ്ഥാന കവിയാണ്. ഓമന തിങ്കൾ കിടാവോ എന്ന് പറയുന്ന ഗാനം അല്ലെ, സ്വാതി തിരുനാളിനെ ഉറക്കാൻ വേണ്ടി ഇദ്ദേഹം ഇരയിമ്മൻ തമ്പി രചിച്ചതാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥയാണ് ഉത്തര സ്വയംവരം ആട്ടക്കഥയും. ഇത്രയാണ് ഇരയിമ്മൻ തമ്പി. അതുപോലെ തന്നെ സ്വാതി തിരുനാള്, പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? റാണി ഗൗരി, പാർവതിബായി തുടങ്ങിയ ആൾക്കാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ.